ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് നല്ലൊരു സ്നാക്കായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടണം, അതുവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റും ക്യാബേജാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടാണ് ബീൻസൊക്കെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാബേജും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ക്യാബേജും ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് നോക്കി ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാബേജും ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അത്രയും എരിവ് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിനി നന്നായിട്ട് തണുക്കട്ടെ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഏത് റവ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, വറുത്തതോ വറുക്കാത്തതോ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പറ്റാവുന്നത്രയും പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്ത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഒരുപാട് ചെറുതാക്കണം, നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ നമുക്ക് ബോൾസ് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ പരത്തിയെടുക്കണം. പറ്റാവുന്നത്രയും നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ഇത് പൊട്ടിപ്പോയില്ല. നല്ലതുപോലെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇതിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ചിട്ടാണ് ഇത് പരത്തിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ശരിക്കും നല്ല കനം കുറച്ചിരിക്കണം. ഇതേപോലെ എല്ലാം പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഈ വെജിറ്റബിൾസിന് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഫില്ലിംഗ് വെക്കാം, അതേപോലെ തന്നെ മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്ങും വെക്കാം. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ആദ്യം ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് കവർ ചെയ്യാം. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കവർ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത പേസ്റ്റാണിത്. അപ്പോൾ ഈ പേസ്റ്റ് വെച്ചിട്ട് നമുക്കിത് ഒട്ടിക്കാം. കുറച്ച് ഈ പേസ്റ്റ് എടുത്ത് നമുക്ക് ഇതേപോലെ ഇട്ട് ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇത് ശരിക്കും ഒട്ടിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളിത് എണ്ണയിലിട്ട് വറക്കുമ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ ഇതേപോലെ ഓരോന്നും തയ്യാറാക്കി എടുക്കുക. ഈ ഷീറ്റ് നമ്മൾ പറ്റാവുന്നത്രയും കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ, എന്നാലേ നല്ല ക്രിസ്പി ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ റോൾസൊക്കെ ഇതേപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ വെച്ച് നന്നായിട്ട് ഇത് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ആദ്യം തന്നെ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നല്ല ചൂടായിരിക്കണം. അതിനുശേഷം നമുക്ക് ഓരോ റോൾസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ബ്രൗൺ കളർ ആവണം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലത്തെ റോൾസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ എല്ലാ റോൾസും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കും ഇത്, കാരണം നമ്മളിത് റവ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ അകത്തെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റി ആയിരിക്കും. ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. ചിക്കനോ മുട്ടയൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്